ഹായ് ഹലോ ഫ്രണ്ട്സ്, മിർസാപൂർ എന്ന വെബ് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ആ നാട്ടിലെ എല്ലാ ഗാങ്സ്റ്റേഴ്സിനെയും വിളിച്ചു വരുത്തിക്കൊണ്ട് കാലിം ബയ്യുടെ ബംഗ്ലാവിൽ വെച്ച് നടക്കുന്ന ഒരു വിരുന്നു സൽക്കാരമാണ് കാണിക്കുന്നത്. താല്പര്യമില്ലെങ്കിലും മിനിസ്റ്റർ ഒക്കെ വന്നതുകൊണ്ട് രവിശങ്കറും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അവിടെ കച്ചത് ഇതേ സമയം മിർസാപൂരിലെ പോലീസ് സ്റ്റേഷനിൽ പുതിയതായി ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന ഓഫീസറിനെയാണ് കാണിക്കുന്നത്. അയാൾ വന്ന ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥയെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനോട് ഇവിടുത്തെ ക്രൈം റേറ്റ് എല്ലാം കൂടാൻ കാരണം എന്തായിരുന്നു എന്നുമെല്ലാം അവരോട് ചോദിക്കുന്നു. എന്നാൽ ആ സമയം അവർക്കാർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുമെല്ലാം പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് കണ്ട് അയാൾക്ക് അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സും കാലിം ബയ്യുടെ ആൾക്കാരാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. മിനിസ്റ്റർ അവിടെയുള്ള എല്ലാ ഗാങ്സ്റ്റേഴ്സിനോടും വരുന്ന മാസങ്ങളിൽ ഇലക്ഷൻ വരികയാണെന്നും അതുകൊണ്ട് ഇനി മുതൽ മിർസാപൂരിലും തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലും ഒരു പ്രശ്നം പോലും ഉണ്ടാവരുത് എന്നുമെല്ലാം അവരോട് ഉറപ്പ് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ കാലിം ബയ്യ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് ആ രവിശങ്കർ ആണെന്നും അയാൾ അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പെല്ലാം കൊടുക്കുന്നു. മിനിസ്റ്റർ ഇടപെട്ടതുകൊണ്ട് രവിശങ്കറും അയാളുടെ ഭാഗത്തു നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കാമെന്ന് ഉറപ്പെല്ലാം കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ഇതേ സമയം വാഷ്റൂമിലേക്ക് പോയ രവിശങ്കറിനെ മക്ബൂൽ ഫോളോ ചെയ്തു പോകുന്നു. രവിശങ്കർ തമാശ രൂപേണെ അയാളെ കൊല്ലാൻ വേണ്ടിയാണ് വന്നത് എന്നുമെല്ലാം മക്ബൂലിനോട് ചോദിക്കുന്നു. എന്നാൽ മക്ബൂൽ ഇനി ഒരു തവണ കൂടി മുന്നയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ രവിശങ്കറിന്റെ മകനെ ഇവർ എന്തായാലും കൊന്നുകളയുമെന്ന് അയാളോട് പറയുന്നു. ഇത് കേട്ട രവിശങ്കർ മക്ബൂലിനോട് പണ്ട് താനും കാലിം ബയ്യയുടെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തതാണെന്നും എന്നാൽ പിന്നീട് അവർ തന്നെ ചതിച്ച് പുറത്താക്കിയതാണെന്നും ആ അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാനെല്ലാം മക്ബൂലിനോട് പറയുന്നു. മിനിസ്റ്ററെല്ലാം വന്നതുകൊണ്ട് അവർ പ്രോഗ്രാം ഒന്ന് എൻഗേജിങ് ആക്കാൻ വേണ്ടി ആ നാട്ടിലെ ഫേമസ് ഡാൻസറായിട്ടുള്ള സെറീനയെ പ്രോഗ്രാമിന് വേണ്ടി കൊണ്ടുവരുന്നു. സെറീനയുടെ ഡാൻസ് പ്രോഗ്രാം എല്ലാം തുടങ്ങിയ ഉടൻ തന്നെ മിനിസ്റ്ററും അവളോടൊപ്പം അവിടെ ഡാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ മിനിസ്റ്ററും സെറീനയും കൂടി എൻജോയ് ചെയ്ത് ഡാൻസ് എല്ലാം ചെയ്യുന്ന സമയം മുന്ന ഇവരുടെ ഇടയിലേക്ക് കയറി വരുന്നു. ഇത് മിനിസ്റ്റർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അയാൾ എല്ലാ വ്യക്തികളുടെയും മുമ്പിൽ വെച്ച് തന്നെ മുന്നയെ അവിടെ വെച്ച് പരസ്യമായി തല്ലുന്നു. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന കാലിം ബയ്യ അയാൾ മിനിസ്റ്ററാണ് എന്ന് പോലും നോക്കാതെ അയാളോട് അവിടെ വെച്ച് ഷൗട്ട് ചെയ്യുന്നു. എന്നാൽ ഇത് മിനിസ്റ്റർക്ക് അയാളുടെ ഇമേജിനെ വളരെയധികം ബാധിക്കുന്നു. ഇതാണ് അവസരം എന്ന് മനസ്സിലാക്കിയ രവിശങ്കർ മിനിസ്റ്ററിന്റെ അടുത്ത് ചെന്നുകൊണ്ട് കാലിം ബയ്യെ ലോക്ക് ചെയ്യാൻ വേണ്ടി അയാളുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്നും അതിന് മിനിസ്റ്റർ കൂടെ നിൽക്കണം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ആ സമയം മിനിസ്റ്റർ ഇത്തവണത്തെ പാർട്ടിയുടെ ഫണ്ടിങ് മുഴുവൻ കാലിം ബയ്യാണ് ഏറ്റിരിക്കുന്നതെന്നും അതുകൊണ്ട് അയാളുമായി ഉടക്കാൻ സാധിക്കില്ല എന്നുമെല്ലാം ശുക്ലയോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട ശുക്ല പാർട്ടിക്ക് വേണ്ട ഫണ്ടെല്ലാം അയാൾ അറേഞ്ച് ചെയ്ത് തരാമെന്നും കാലിം ബയ്യെ വീഴ്ത്താൻ വേണ്ടി അയാളുടെ കൂടെ നിൽക്കാനെല്ലാം മിനിസ്റ്ററോട് പറയുന്നു. ഇത് കേട്ട മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് ഫണ്ടെല്ലാം അറേഞ്ച് ചെയ്ത് അയാളുടെ പാർട്ടി ഓഫീസിലേക്ക് വരാൻ വേണ്ടി ശുക്ലയോട് പറയുന്നു. ഇത് കേട്ട ശുക്ലയ്ക്കും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അവിടെ കച്ചത് അന്ന് രാത്രി തന്നെ തല്ലിയ മിനിസ്റ്റർക്ക് നേരെ ഒരു ആക്ഷനും എടുക്കാത്തതിൻ്റെ പേരിൽ കാലിം ബയ്യോട് ദേഷ്യപ്പെടുന്ന മുന്നയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ബയ്യ നമ്മൾ പ്രോഗ്രാം നടത്തിയത് മിനിസ്റ്റർക്ക് വേണ്ടിയാണെന്നും ആ പ്രോഗ്രാമിൽ നീ ഇൻ്റർഫിയർ ചെയ്തതാണ് പ്രശ്നമായത് എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ വഴക്കെല്ലാം പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. റൂമിലെത്തിയ ശേഷം അച്ഛൻ വഴക്ക് പറഞ്ഞ ദേഷ്യത്തിൽ ഡ്രഗ്സ് എല്ലാം അടിച്ചിരിക്കുന്ന മുന്ന ആ സമയം അവൻ്റെ റൂമിലേക്ക് കയറി വന്ന വീട്ടിലെ ജോലിക്കാരിയോട് മോശമായിട്ടെല്ലാം പെരുമാറുന്നു. അവിടെ കച്ചത് കാലിം ബയ്യ വിളിപ്പിച്ചത് പ്രകാരം അയാളെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന കുണ്ടുവിനെയും ബബ്ലുവിനെയുമാണ് കാണിക്കുന്നത്. ബയ്യ അവരോട് അവരുടെ ഇടപെടൽ കാരണം ഗൺ ബിസിനസിന്റെ പ്രോഫിറ്റ് നല്ലോണം കൂടിയെന്നും അതുകൊണ്ട് അവരെ പുതിയതായി ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ് എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ അവരുടെ കാർപ്പറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയ ശേഷം കാലിം ബയ്യ അവർക്ക് രണ്ടുപേർക്കുമായി കുറച്ച് ഓപ്പിയം എല്ലാം ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്നിട്ട് അവരോട് ഇനി മുതൽ ഗൺ ബിസിനസ് നോക്കി നടത്തിയ പോലെ ഓപ്പിയം ബിസിനസ്സും നോക്കി നടത്താനെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ കച്ചത് കോളേജിന്റെ ക്യാൻറ്റീനിൽ വെച്ച് ഇലക്ഷന്റെ കാര്യമെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബബ്ലുവിനെയും ഗഞ്ജുവിനെയുമാണ് കാണിക്കുന്നത്. ബബ്ലു ഗഞ്ജുവിനോട് ഈ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി ഏറ്റവും യോഗ്യമായിട്ടുള്ള വ്യക്തി നീയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ട മോട്ടിവേഷൻ എല്ലാം കൊടുക്കുന്നു. ബബ്ലുവിന്റെ കയ്യിൽ നിന്നും സപ്പോർട്ട് എല്ലാം ലഭിക്കും എന്ന കോൺഫിഡൻസ് കിട്ടിയ ഉടൻ തന്നെ ഗഞ്ജു പ്രിൻസിപ്പളെ ചെന്ന് മീറ്റ് ചെയ്ത് അവൾ ഇലക്ഷൻ നിൽക്കാം എന്ന കാര്യമെല്ലാം പ്രിൻസിപ്പളിനോട് പറയുന്നു. അവിടെ കച്ചത് മിനിസ്റ്ററോട് പറഞ്ഞത് പ്രകാരം ഇലക്ഷൻ വേണ്ട ഫണ്ട് എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവെസ്റ്ററെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന രവിശങ്കറിനെയാണ് കാണിക്കുന്നത്. രവിശങ്കർ ഇൻവെസ്റ്ററിനോട് ഈ ഇലക്ഷൻ തീരുന്നതോടെ കാലിം ബയ്യ അവസാനിക്കുമെന്നും അതോടെ
മിർസാപൂരും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളെല്ലാം അവരുടെ കൺട്രോളിലാണെന്നും അതുവഴി ഈ ഇറക്കുന്ന പൈസയുടെ 3 ഇരട്ടി സുഖമായി ഏൺ ചെയ്യാമെന്നുമെല്ലാം അയാളോട് പറയുന്നു. പൈസയുടെ കാര്യം കൺഫേം ആയ ഉടൻ തന്നെ അയാൾ ഈ വിവരമെല്ലാം മിനിസ്റ്ററെ വിളിച്ചറിയിക്കുന്നു. അവിടെ കച്ചീത് ഗുണ്ടുവിൻ്റെയും ബബ്ലുവിൻ്റെയും അച്ഛനായിട്ടുള്ള മിസ്റ്റർ പണ്ഡിത്തിനെയാണ് കാണിക്കുന്നത്. അയാൾ തൻ്റെ മക്കൾ ചെയ്തിട്ടുള്ള ക്രൈമിൻ്റെ എല്ലാം റെക്കോർഡ് എടുത്തുകൊണ്ട് സീനിയർ ഓഫീസേഴ്സിനെ കാണിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ കാലിം ബയ്യയുടെ സ്ഥലമായതുകൊണ്ട് ഒരു സീനിയർ ഓഫീസറും ആക്ഷൻ എടുക്കാൻ വേണ്ടി റെഡിയായിരുന്നില്ല. അവിടെ കച്ചീത് അന്ന് രാത്രി തൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സിനിമയ്ക്കെല്ലാം പോകുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ മൂവിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയം അവരുടെ അച്ഛനായിട്ടുള്ള പണ്ഡിത് അയാളോട് പറയാതെ അമ്മയെയും അനിയത്തിയെയും കൂട്ടി പുറത്തെല്ലാം പോയതിൻ്റെ പേരും പറഞ്ഞ് ആ രാത്രി ഗുണ്ടുവിനെയും ബബ്ലുവിനെയും വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവർ അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അതുമായി ഗണ്ണെല്ലാം ഉണ്ടാക്കുന്ന ആ ഗോഡൌണിലേക്ക് താമസമെല്ലാം മാറുന്നു. അവിടെ കച്ചീത് മിർസാപൂരിലെ പോലീസ് സ്റ്റേഷനിൽ പുതിയതായി ജോയിൻ ചെയ്ത ആ ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ആ ഓഫീസറിൻ്റെ പേരാണ് റാം ശർമ്മ. റാം ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഓഫീസേഴ്സിനും ഗുണ്ടുവിൻ്റെയും ബബ്ലുവിൻ്റെയും ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുത്ത് അവരോട് ഇനി മുതൽ ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കേസിൻ്റെ അന്വേഷണമെല്ലാം നടക്കേണ്ടതെന്നും അതുവഴി അവർക്ക് കാലിം ബയ്യെ പിടികൂടാൻ പറ്റുമെന്നുമെല്ലാം ബാക്കി ഓഫീസേഴ്സിനോടായി പറയുന്നു. എന്നാൽ ഈ വിവരമെല്ലാം അറിഞ്ഞ കാലിം ബയ്യയുടെ വിശ്വസ്തനായിട്ടുള്ള ഓഫീസർ ഉടനെ തന്നെ ഈ വിവരമെല്ലാം ഗുണ്ടുവിനെയും ബബ്ലുവിനെയും എല്ലാം അറിയിക്കുന്നു. ഇനി ഡയറക്റ്റ് സെയിൽ ചെയ്താൽ അവരെ പിടികൂടുമെന്ന് മനസ്സിലാക്കിയ ബബ്ലു ആ നാട്ടിലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സംഘടനയുടെ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് ഓപ്പിയം എല്ലാം കമ്മീഷൻ ബേസിൽ സെയിൽ ചെയ്ത് തരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. പൈസ കിട്ടുന്ന കേസായതുകൊണ്ട് അവർ വേറെ ഒന്നും ചിന്തിക്കാതെ അവർ നൽകിയ ഈ ഓഫർ ആക്സെപ്റ്റ് എല്ലാം ചെയ്യുന്നു. ഇതുവഴി അവരുടെ ഓപ്പിയമിൻ്റെ സെയിലെല്ലാം കൂടിയത് കൊണ്ട് ഗുണ്ടുവും ബബ്ലുവും ഒരുപാട് പൈസയെല്ലാം ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.